Hello everyone, welcome to ACE Chemistry. ഇന്ന് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന മൊഡ്യൂളിലെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും കേട്ടോ. ഇന്ന് തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് രണ്ട് ടോപ്പിക്കും കൂടി എടുക്കാനുള്ളൂ ഇതിൽ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞു നിർത്തിയത് മൈക്കലിസ് മെന്റൻ തിയറി ആയിരുന്നു. എൻസൈമാറ്റിക് റിയാക്ഷൻസിലെ മൈക്കലിസ് മെന്റൻ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു അല്ലേ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് പുതിയൊരു തിയറി അല്ലെങ്കിൽ പുതിയൊരു ഇക്വേഷൻ ആണ് ഇന്ന് ഡിറൈവ് ചെയ്യാനുള്ളത്. ബ്രോൺസ്റ്റഡ്-ജെറം ഇക്വേഷൻ. എന്താണ് ബ്രോൺസ്റ്റഡ്-ജെറം ഇക്വേഷൻ? ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് അയോണിക് സൊല്യൂഷൻസ് ആണ്. അതായത് നമ്മുടെ റിയാക്ഷൻ മിക്സ്ചറിൽ അയോൺസ് ആണുള്ളത്. ഓക്കെ, അപ്പൊ അയോൺസ് ഉള്ളപ്പോൾ നമ്മൾ എങ്ങനെ ഇതിന്റെ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കും, റേറ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഈ ബ്രോൺസ്റ്റഡ്-ജെറം ഇക്വേഷൻ പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്ന് ഡിറൈവ് നോക്കാം. ഡെറിവേഷൻ കുറച്ച് ലോങ് ആണ്, നമുക്ക് ഫൈനൽ ഇക്വേഷൻ മതിയാകും. എന്നാലും ഇത് എന്താണ് സംഭവം എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഒരു റിയാക്ഷൻ ഉണ്ട്. റിയാക്ഷൻ എന്താണ്? എ പ്ലസ് ബി ഗീവ്സ് പി. നമ്മൾ സാധാ എടുക്കുന്ന പോലെ റിയാക്ഷൻ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സാധാ റിയാക്ഷൻ. ഇവിടെ എന്തും കൂടി ഉണ്ട്, ഇവിടെ നമ്മൾ അയോൺസ് ആയത് കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു അയണിക് സൊല്യൂഷൻ ആണ്. അപ്പൊ എയും ബിയും എന്താണ്? അയോൺസ് ആണ്. അപ്പൊ അയോൺസ് ആയതുകൊണ്ട് എന്തുണ്ടായിരിക്കും? അതിന് ചാർജ് ഉണ്ടായിരിക്കും. ആ ചാർജ് ആണ് നമ്മൾ ഇവിടെ ഇസഡ് എ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഇസഡ് എ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. എയുടെ ചാർജ് ആണ് ഇസഡ് എ. ഓക്കെ, ഇനി ബിയുടെ ചാർജോ ഇസഡ് ബി. ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ ഇസഡ് എയും ഇസഡ് ബി എന്താണ്? ചാർജസ് ആണ് അല്ലെ. അതായത് ഇസഡ് എ എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് എ, എയുടെ ചാർജ് ആണ്. അതുപോലെ ഇസഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ, അപ്പൊ ചാർജ് ഓഫ് എ ആണ് ഇസഡ് എ എന്ന് പറയുന്നത്, ചാർജ് ഓഫ് ബി ആണ് ഇസഡ് ബി. ഇപ്പൊ രണ്ട് ക്ലിയർ ആയി. ഇതാണ് ഇപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച തിയറീസ് വ്യത്യാസം ഇതാണ്. ഇവിടെ നമ്മൾ അയോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതിന്റെ ചാർജ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എ ഇസഡ് എ പ്ലസ് ബി ഇസഡ് ബി അല്ലെ, ഇത് രണ്ടും ചേർന്നിട്ട് ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് നമുക്ക് ഉണ്ടാവും എന്തൊരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഉണ്ടാവും. അതായത് എ ബി സ്ലാഷിന് കൊടുക്കാം. എ ബി സ്ലാഷ്, ഇതാണ് ഇന്റർമീഡിയറ്റ്. ഇതിന്റെ ചാർജ് എന്തായിരിക്കും? ഇസഡ് എ പ്ലസ് ഇസഡ് ബി. എയുടെയും ബിയുടെയും ചാർജിന്റെ സം ആയിരിക്കും ഇതിന്റെ ചാർജ്. കാരണം കൺസർവേഷൻ ഓഫ് ചാർജ് പ്രകാരം അതെ ലോ ഓഫ് കൺസർവേഷൻ ചാർജ് ഉണ്ട്. ഈ ലെഫ്റ്റ് ഹാൻഡിലുള്ള ചാർജസ് തന്നെ ആയിരിക്കും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത്. അപ്പോൾ ഇവിടെ ഇസഡ് എ ഇസഡ് ബി ആണ്. ഇവിടെ എന്ത് ചെയ്യണം? എയുടെ ചാർജ് എന്തായിരിക്കും? ഇസഡ് എ പ്ലസ് ഇസഡ് ബി ആയിരിക്കും. ഓക്കെ, ഇത് ഇവിടെ റേറ്റ് കോൺസ്റ്റന്റ് നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെ K1 അങ്ങോട്ട് ഫോർവേഡ് റിയാക്ഷൻ K1 ആണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ K-1. ഇത് എന്ത് ചെയ്യുന്നു? പ്രോഡക്റ്റ് കിട്ടുന്നു. ഈ പ്രോഡക്റ്റിന് നമുക്ക് K ഡാഷ് ആയിട്ട് കൊടുക്കാം. ജസ്റ്റ് ഏത് ഉപയോഗിക്കാം, നമ്മൾ K ഡാഷ് എടുക്കുന്നു, റേറ്റ് കോൺസ്റ്റന്റ്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ എഴുതുന്ന പോലെ തന്നെ എഴുതി. ഇവിടെ ഡിഫറൻസ് അതാണ്, ഇസഡ് ഇസഡ് ബി ഉണ്ട്, ഇവിടെ ഇസഡ് എ പ്ലസ് ഇസഡ് ബി ആയിരിക്കും ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റിന്റെ ചാർജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി? അപ്പൊ ജസ്റ്റ് എഴുതാം. ഇസഡ് എ പ്ലസ് ഇസഡ് ബി പറഞ്ഞ എന്താ? ചാർജ് ഓൺ ട്രാൻസിഷൻ സ്റ്റേറ്റ് അല്ലെ. ഇതൊരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ്, അതിൽ ചാർജ് ഓൺ ട്രാൻസിഷൻ സ്റ്റേറ്റ് അങ്ങനെ എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റേറ്റിന് ഇക്വേഷൻ എഴുതണം. റേറ്റ് നമ്മൾ എങ്ങനെ എഴുതും? dp/dt അല്ലെ. dp/dt ആണ് നമ്മൾ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് എഴുതാം. റേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ R എന്ന് എഴുതാം. റേറ്റ് അല്ലെ. റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു എങ്ങനെ എഴുതും? A ഇൻറ്റു ഇസഡ് എ ഇസഡ് ബി, ബി ഇൻറ്റു ഇസഡ് ബി. ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? K ഡാഷ് ടേമിലാണെങ്കിൽ K ഡാഷ് ഇൻറ്റു എ ബി സ്ലാഷ് ഇസഡ് എ പ്ലസ് ഇസഡ് ബി ഇങ്ങനെ എഴുതാം അല്ലെ. അതായത് ഇവിടെ ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇത് വെച്ചിട്ട് നമ്മൾ എഴുതിയ റേറ്റ് ആണ് എന്ത്? ഇവിടെ K ആണ് കേട്ടോ. ഇത് K ആണ്, ഇത് K. എ പ്ലസ് ബി പി ആവുന്നത് അത് K ആണ്. ഈ K ഇതാണ് നമ്മൾ ഇവിടെ എഴുതിയത് ആദ്യത്തെ റേറ്റ്. K ഇൻറ്റു എ ഇസഡ് എ പ്ലസ് ഇസഡ് എ ഇൻറ്റു ബി റേസ് ടു ഇസഡ് ബി. അതായത് റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു എ റേസ് ഇസഡ് എ ബി റേസ് ഇസഡ് ബി. അത് ഈ ഫസ്റ്റ് വൺ ഇതാണ്. രണ്ടാമത്തെ നമ്മളിപ്പോൾ എഴുതി ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? K ഡാഷ് ഇൻറ്റു എ ബി സ്ലാഷ് ഇസഡ് എ പ്ലസ് ഇസഡ് ബി. കാരണം ഇവിടെ ഇതാണ് എന്ത് നമ്മൾ റേറ്റ് ഇക്വേഷൻ ആണ് എഴുതി, ഇതാണ്. ക്ലിയർ ആയി? ഇത് രണ്ടും എഴുതി നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. രണ്ടും റേറ്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത പേജിലേക്ക് എഴുതാം. ഇക്വേറ്റ് ചെയ്തിട്ട് എങ്ങനെ കിട്ടും? എന്ത് കിട്ടും? ജസ്റ്റ് ഒന്നുകൂടി എഴുതാം കേട്ടോ. റേറ്റ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? K ഇൻറ്റു ഇസഡ് ഒക്കെ ആദ്യം എഴുതുന്നത്, ഇസഡ് അല്ല. K ഇൻറ്റു കുറച്ച് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്ക് ഒരുപാട് എക്സ്പോണന്റും അതും ഇതൊക്കെ വന്നിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കാൻ സമയം എടുക്കും. ബി ഇസഡ് ബി ഞാൻ എളുപ്പമാണ് ഡെറിവേഷൻ. നമ്മൾ ഇതുവരെ പഠിച്ച മെത്തേഡ് തന്നെയാണ്. എ ബി സ്ലാഷ് ഇസഡ് എ പ്ലസ് ഇസഡ് ബി.
ഇതിങ്ങനെ എഴുതാനല്ല, നമുക്കൊരു പരിചയം വരാൻ വേണ്ടി നമ്മൾ ഡെറിവേഷൻ കൂടെ ഒന്ന് ജസ്റ്റ് കാണിക്കാൻ നല്ല. ഇനി നമ്മൾ എന്ത് എഴുതാം? കെ ഈക്വിലിബ്രിയം എഴുതാം. ഈക്വിലിബ്രിയം ഇവിടെ ഈക്വിലിബ്രിയം വരുന്നത് ഈ ഇക്വേഷനിൽ ഇതാ ഇവിടെ ഇതെന്താണ്? ഒരു ഈക്വിലിബ്രിയം ആണ് അല്ലെ? ഇതൊരു ഈക്വിലിബ്രിയം ആണ്. ഇവിടെ പ്രൊഡക്റ്റ് എന്താണ്? ഇത് ഇത്ര കേട്ടോ, ഇത് പോട്ടെ. ഇവിടെ നമുക്ക് എന്താണ്? ഒരു ഈക്വിലിബ്രിയം കിട്ടുന്നുണ്ട്. ഇത് ഇവിടെ എന്താണ്? കണ്ടില്ലേ? ഇവിടെ പ്രൊഡക്റ്റ് ഏതാണ്? ഇതാണ് പ്രൊഡക്റ്റ്. എ ബി സ്ലാഷ് ആണ് പ്രൊഡക്റ്റ്, ഇത് റിയാക്ടൻസ് ആണ്. അപ്പൊ ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ എങ്ങനെ എഴുതും? ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് എങ്ങനെ എഴുതാം? കെ ഈക്വിലിബ്രിയം ഇസ് ഈക്വൽ ടു എ ബി സ്ലാഷ് ഇസഡ് എ പ്ലസ് സെഡ് ബി, അതിന്റെ കോൺസെൻട്രേഷൻ മൊത്തത്തിൽ അതിന്റെ കോൺസെൻട്രേഷൻ ബൈ എ ഇസഡ് എ ഇൻറ്റു ബി ഇസഡ് ബി. ഇതാണ് റിയാക്ടൻസ്. നമ്മൾ ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ബൈ റിയാക്ടറിന്റെ കോൺസെൻട്രേഷൻ ആണ് എഴുതാം. ഇതിന്റെ കൂടെ നമുക്ക് ഒരു ടേം കൂടി ഇൻട്രോഡ്യൂസ് ചെയ്യണം, ആക്ടിവിറ്റി കോഎഫിഷ്യന്റ് അല്ലെ? എ ബി ഇതാണ് ഗാമ എ ബി. ഗാമ ആണ് നമ്മുടെ ആക്ടിവിറ്റി കോഎഫിഷ്യന്റ് ബൈ ഇവിടെ ഗാമ എ ഗാമ ബി. ഇന്നുകൂടി എഴുതണം. ആക്ടിവിറ്റി കോഎഫിഷ്യന്റ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇനി ഇത് നമുക്ക് എന്തെഴുതാം? ഈ എ ബി സ്ലാഷിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. അതായത് എ ബി സ്ലാഷ് ഇസഡ് എ പ്ലസ് ഇസഡ് ബി. ഇത് നമ്മൾ എക്സ്പ്രഷൻ എഴുതാണ്. എങ്ങനെ എഴുതാം? ഇത് നമ്മൾ ഈ സൈഡിൽ കൊണ്ടുപോകാം അല്ലെ? ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് വരുമ്പോൾ എന്ത് വരും? എ ബി സ്ലാഷ് എന്ന് പറയുന്നത് ഗാമ എ ഗാമ ബി. ഗാമ എ ഗാമ ബി ആ സൈഡിലേക്ക് എടുത്തു. പിന്നെ കെ ഈക്വിലിബ്രിയം, ഇത് നമുക്ക് സ്ലാഷ് എഴുതാം കേട്ടോ, കെ ഈക്വിലിബ്രിയം. കാരണം ഇത് സ്ലാഷ് എഴുതുന്നത് എന്തിനാ? ഇവിടെ എ ബി സ്ലാഷ് ആയതുകൊണ്ട് ഇവിടെ കെ ഈക്വിലിബ്രിയം സ്ലാഷ് എഴുതുന്നു. ഓക്കെ, കെ ഈക്വിലിബ്രിയം സ്ലാഷ് ആക്ടിവേറ്റഡ് ആണ്, ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കാൻ വേണ്ടിയാണ് സ്ലാഷ് എഴുതുന്നത്. പിന്നെ എ ഇൻറ്റു ഇസഡ്, എ ഇൻറ്റു ബി ഇൻറ്റു ഇസഡ്. ഇത് ഇസഡ് ബി ഉള്ളിൽ എഴുതണം. നമ്മൾ പുറത്ത് എഴുതിയാൽ അത് എക്സ്പോണന്റ് ആണെന്ന് വിചാരിക്കും. അപ്പം അയോൺസ് ആയതുകൊണ്ട് നമ്മൾ ഉള്ളിൽ തന്നെ എഴുതണം കേട്ടോ, ബ്രാക്കറ്റിന്റെ. ഇസഡ് എ. ഓക്കെ ഓക്കെ. ഡിനോമിനേറ്ററിൽ എന്ത് വരും? ഡിനോമിനേറ്റർ വരും ബൈ ഇവിടെ ഈ ഗാമ എ ബി വരാം കേട്ടോ, ഗാമ എ ബി സ്ലാഷ് ഗാമ സ്ലാഷ് എ ബി. ഇത് ഡിനോമിനേറ്ററിൽ വരും. ക്ലിയർ ആയി? ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ എക്സ്പ്രഷൻ നമുക്ക് എ ബി സ്ലാഷിനാണ് ഇപ്പം എന്ത് ചെയ്തത്? എക്സ്പ്രഷൻ കിട്ടിയത്. മനസ്സിലായില്ലേ? ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ റേറ്റിന്റെ ഇക്വേഷൻ നേരത്തെ എഴുതിയില്ലേ? കെ ഇൻറ്റു എ ഇസഡ് എ ഇൻറ്റു ബി ഇസഡ് ബി നമ്മൾ എഴുതി. ഈക്വൽ ടു എന്ത് എഴുതാം? കെ ഡാഷ് ഇൻറ്റു എന്തായിരുന്നു ഇവിടെ? എ ബി സ്ലാഷ് ഇസഡ് എ പ്ലസ് സെഡ് ബി. അതായത് ഈ ഇക്വേഷൻ ഏതാ പറയുന്നപ്പോ? ഈ ഇക്വേഷൻ. ഒറ്റ സെക്കൻഡ്, ഇതാണ് കേട്ടോ ഇക്വേഷൻ അല്ലേ? ഇവിടെ ഇല്ലേ ഈ കെ ഡാഷ് ഇൻറ്റു എ ബി സ്ലാഷ് ഇസഡ് എ പ്ലസ് സെഡ് ബി. ഇതിൽ കെ ഡാഷ് ഇൻറ്റു പറഞ്ഞിട്ട് എ ബി സ്ലാഷ് നമ്മൾ എന്തൊരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. അപ്പൊ എ ബി സ്ലാഷ് എന്ത് ചെയ്യാം? എ ബി സ്ലാഷ് ഇസഡ് എ പ്ലസ് സെഡ് ബി ഇതിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? കെ ഡാഷ് ഇൻറ്റു ഇപ്പൊ നമുക്ക് കിട്ടിയ വലിയൊരു എക്സ്പ്രഷൻ ഉണ്ട്, ഗാമ എ ഗാമ ബി, കെ ഈക്വിലിബ്രിയം സ്ലാഷ് എ ഇസഡ് എ ബി ഇസഡ് ബി ബൈ ഗാമ എ ബി സ്ലാഷ്. ഇത്ര നമുക്ക് കിട്ടി. ഇവിടെ എ ബി സ്ലാഷ് ഇവിടെ കൊണ്ട് എഴുതി, ഇവിടെ എഴുതണം കേട്ടോ. എ ബി സ്ലാഷ് എ ബിന്റെ മുകളിലാണ് സ്ലാഷ് ഉള്ളത്, ഗാമയുടെ മുകളിലല്ല. ഓക്കെ ഓക്കെ, സെറ്റായി. അപ്പൊ നമ്മളിങ്ങനെ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? കെക്ക് നമ്മൾ ഇത് എക്സ്പ്രഷൻ കാണുന്നത് കെ ഇസ് ഈക്വൽ ടു, അതായത് ഇവിടെ നമുക്ക് എന്തോ ക്യാൻസൽ ചെയ്യാം. ഈ ഇസഡ് എ ഇസഡ് എയും ഇതുകൊണ്ട് ക്യാൻസൽ ചെയ്തൂടെ? എ ഇസഡ് എ ഇവിടെയും എ ഇസഡ് എ, ബി ഇസഡ് ബി ഇവിടെയും ബി ഇസഡ് ബി, അത് രണ്ടും ക്യാൻസൽ ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് കേക്ക് എക്സ്പ്രഷൻ കിട്ടും. എന്ത് കിട്ടും? കെ ഇസ് ഈക്വൽ ടു കെ സ്ലാഷ് പിന്നെ ഇവിടെ കെ ഡാഷ് പിന്നെ ഇവിടെ ഗാമ ഗാമ അതേപോലെ തന്നെ ഉണ്ട്. കെ ഈക്വിലിബ്രിയം അത് അവിടെ തന്നെ ഉണ്ടാകും, ഈക്വിലിബ്രിയം സ്ലാഷ് അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഗാമ എ ബി സ്ലാഷ്. ഇങ്ങനെ കിട്ടി. ഓക്കെ, രണ്ട് ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള എന്തൊക്കെയാണ്? കെ ഇസ് ഈക്വൽ ടു ഇവിടെ കെ ഉണ്ട്, പിന്നെ കെ ഡാഷ് ഉണ്ട്, പിന്നെ ഗാമ ബി ഉണ്ട്, ഗാമ എ ബി സ്ലാഷ് നടക്കണം, പിന്നെ കെ ഈക്വിലിബ്രിയം സ്ലാഷ്. ഇത്രയാണ് നമുക്ക് കിട്ടി. അപ്പൊ കേക്ക് എന്ത് കിട്ടി? എക്സ്പ്രഷൻ കിട്ടി. നമ്മൾ ഇതിന്റെ ലോഗരിതം എടുക്കാണ്. കെയുടെ ലോഗരിതം നമ്മൾ എടുക്കാൻ പോവാണ്. അപ്പൊ എന്ത് വരും? ലോഗ് കെ വരും അല്ലെ? ഞാൻ ഒന്നും കൂടി എഴുതാട്ടോ അത്, അല്ലെങ്കിൽ നമുക്ക് ലോഗ് എടുക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഇപ്പൊ എഴുതും ചെറുതാക്കി എഴുതാം. എന്തായിരുന്നു? കെ ഇസ് ഈക്വൽ ടു കെ ഡാഷ് കെ ഈക്വിലിബ്രിയം സ്ലാഷ് ഗാമ എ ഗാമ ബി ബൈ ഗാമ എ ബി. ഇനി എളുപ്പമാണ്, നമുക്ക് ഇത്രയും കിട്ടിയില്ലേ? ഇത്രയും കിട്ടാനുള്ള ഒരു പണി അല്ലേ? ഇത്രയും കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് ലോഗ് എടുക്കാം. ലോഗ് എടുക്കുമ്പോ ലോഗ് കെ, ഇവിടെ ln എടുക്കണേ, ലോഗ് എടുക്കണ്ട, ln ലോൺ കെ കേട്ടോ. ലോൺ കെ ഇസ് ഈക്വൽ ടു ലോൺ കെ എടുക്കും. ലോൺ കെ എന്ത് കിട്ടും? ലോൺ. ഇനി എങ്ങനെ ലോൺ എഴുതാം? ഇത് രണ്ട് മൾട്ടിപ്ലിക്കേഷൻ അവിടെ അല്ലേ? നമ്മൾ മൊത്തത്തിൽ ഇതിനെ ലോഗ് ഇടാം. അതായത് ഈ സംഭവം മൊത്തത്തിൽ ലോഗ് ഇടല്ലേ? അപ്പൊ ഇവിടെ എങ്ങനെ ഇവിടെ ലോൺ കെ ഡാഷ്, ലോൺ കെ ഡാഷ് എഴുതി. പിന്നെ ഇവിടെയോ ലോൺ കെ ഡാഷ് ഇൻറ്റു കെ ഈക്വിലിബ്രിയം
നമുക്ക് ഒന്നിച്ച് എഴുതാം. ലോൺ കെ ഡാഷ് കെ ഇക്വിലിബ്രിയം സ്ലാഷ് ഇത് നമ്മൾ എഴുതി. ഇനി ഇവിടെ ഇത് രണ്ടും ഇവിടെ ഇൻറ്റു ആണ് അല്ലെ, ഇവിടെ ഇൻറ്റു ആണ് ഇരിക്കുന്നത്. ഓക്കെ, ഇൻറ്റു ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ പ്ലസ് ആയിട്ട് മാറും. ലോൺ എഴുതുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. RA RB ഇത് ഇവിടെ ഇൻറ്റു തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതും പ്ലസ് ആയിട്ട് എഴുതാം. ലോൺ RAയും RB എന്ത് ചെയ്യാം? പ്ലസ് ആയിട്ട് എഴുതാം. പ്ലസ് ലോൺ RB. കാരണം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇത് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ വന്നു. ഇനി ഇവിടെ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ. ഓക്കെ, ഇനി ഇവിടെ ഡിവിഷൻ കിടക്കാം. ഡിവിഷൻ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് എഴുതാം? ഇവിടെ നമുക്ക് മൈനസ് ലോൺ ഗാമ AB സ്ലാഷ് വരും. ക്ലിയർ ആയി? ഇങ്ങനെയാണ് വരാം. അപ്പൊ ഇവിടെ ലോൺ കെ ഡാഷ് കെ ഈക്വിലിബ്രിയം സ്ലാഷ് നമ്മൾ ഒന്നിച്ചെഴുതി. അത് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് ഇക്വേഷൻ ആവശ്യത്തിന് നമ്മൾ അത് ഒന്നിച്ചെഴുതുന്നുള്ളൂ കേട്ടോ. അത് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ പ്ലസ് ആക്കി എഴുതുക ചെയ്യാം. ഓക്കെ, അപ്പൊ ലോൺ കെ ഡാഷ് കെ ഈക്വിലിബ്രിയം സ്ലാഷ് നമ്മൾ ഒപ്പം എഴുതി. പിന്നെ ഇവിടെ ഗാമ എയും ഗാമ ബിയും നമുക്ക് സെപ്പറേറ്റ് ആക്കണം. അതുകൊണ്ട് ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട് സെപ്പറേറ്റ് ആകുമ്പോൾ എന്തായി? പ്ലസ് ആയിട്ട് മാറി. ലോണിന്റെ റൂൾ വെച്ചിട്ട് നമുക്കറിയാം. റൂൾ എല്ലാവർക്കും അറിയാം. ലോൺ എ ബൈ ബി എന്താണ്? ലോൺ എ മൈനസ് ലോൺ ബി. അതുപോലെ ലോൺ എ ബി എന്താണ്? ലോൺ എ പ്ലസ് ലോൺ ബി അല്ലെ. നമുക്കറിയാവുന്ന. അപ്പൊ ഈ റൂൾ വെച്ചിട്ടാണ് നമ്മളിപ്പോ ചെയ്തത്. ഓക്കെ, ഇപ്പൊ ഇത്രയും കിട്ടി. ഇപ്പൊ ലോൺ കേക്ക് എന്ത് കിട്ടി? എക്സ്പ്രഷൻ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ട കാര്യം ഐ എന്ന് പറയുന്ന സംഭവം. എന്താണ് ഐ എന്ന് പറഞ്ഞാൽ അയോണിക് സ്ട്രെങ്ത് ആണ്. അയോണിക് സ്ട്രെങ്ത് ഐ എന്ന് പറയുന്നത് അയോണിക് സ്ട്രെങ്ത് കേട്ടിട്ടുണ്ടോ? അതായത് ആ ഒരു സൊല്യൂഷന്റെ അയോൺസ് അതിന്റെ സ്ട്രെങ്ത് അയോൺസ് എത്ര സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അയോണിക് സ്ട്രെങ്ത് ഉദ്ദേശിക്കുന്നത്. ഐ ഇസ് ഈക്വൽ ടു അതിന്റെ ഇക്വേഷൻ 0.5 സിഗ്മ CI ZI സ്ക്വയർ. ഇതാണ് അയോണിക് സ്ട്രെങ്ത്. ഇത് എന്താ നമുക്ക് നോക്കണം. അയോണിക് സ്ട്രെങ്ത് വെച്ചിട്ട് ചോദ്യമൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അയോണിക് സ്ട്രെങ്ത് എന്താ നമുക്ക് നോക്കാം കേട്ടോ. എന്താണ് അയോണിക് സ്ട്രെങ്ത്? അതായത് in the equation I is equal to 0.5 കോൺസ്റ്റന്റ് ആണ്. പിന്നെ പിന്നെയോ സിഗ്മ, പിന്നെ CI എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോൺസെൻട്രേഷൻ ആണ് അല്ലെ. പിന്നെ Z പറഞ്ഞ ചാർജ് നമുക്കറിയാം. അതായത് ആ ഒരു സൊല്യൂഷനിലെ അയോൺസിന്റെ ചാർജ് ഇവിടെ ചാർജ് കോൺസെൻട്രേഷൻ ഇതിന്റെ എന്താണ് പ്രോഡക്റ്റ് ആണ് അയോണിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു അയോൺ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഒരു അയോൺ ഉണ്ട്. ഇപ്പൊ നമുക്ക് എയും ബി എന്ന് വിചാരിച്ചോളൂ. നമ്മളിപ്പോ എന്താ AZAയും BZB ഇല്ല നമ്മുടെ അയോൺസ്. അപ്പൊ എയുടെ കോൺസെൻട്രേഷൻ എഴുതാം. A ഇൻറ്റു എയുടെ ചാർജോ ZA പ്ലസ് സിഗ്മയാണ് പ്ലസ് ബിയുടെ കോൺസെൻട്രേഷൻ B. ഞാനിപ്പോ കോൺസെൻട്രേഷൻ നമുക്ക് C എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. നമ്മൾ C എന്നാണ് കോമൺ എടുക്കുന്നത്. നമുക്ക് മനസ്സിലാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒന്ന് എഴുതി നോക്കാം. എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. അതായത് CA. അപ്പൊ കറക്റ്റ് ആയി. എയുടെ കോൺസെൻട്രേഷൻ ആണ് CA. ഓക്കെ, ബിയുടെ കോൺസെൻട്രേഷൻ CB, ബിയുടെ ചാർജ് ZB. ഇനി അടുത്ത് വേറെ C പറഞ്ഞിട്ടൊരു ഒരു റിയാക്ടന്റ് കൂടി ഉണ്ടെങ്കിൽ സിന്റെ കോൺസെൻട്രേഷൻ CC, സിയുടെ ചാർജ് ZC. ഇങ്ങനെ എഴുതും. ഓക്കെ, ഇവിടെ പുറത്ത് നിന്നൊരു 0.5 ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്നിട്ട് എത്ര വെച്ചാൽ അങ്ങനെ പോകും. ക്ലിയർ? അപ്പൊ ഇതാണ് അയോണിക് സ്ട്രെങ്ത്. ജനറൽ ഇക്വേഷൻ ആണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് സിഗ്മ വരുന്നത്. പിന്നെ CI എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോൺസെൻട്രേഷൻ CA, എയുടെ കോൺസെൻട്രേഷൻ CB, ബിയുടെ കോൺസെൻട്രേഷൻ. ZI സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ സ്ക്വയർ ഉണ്ട് കേട്ടോ. സോറി, ZB ZC സ്ക്വയർ ആണ്. ZI എന്ന് പറഞ്ഞാൽ ആ അയോൺ ഏതാണോ അതിന്റെ ചാർജ് അവിടെ സ്ക്വയറും വരും. ക്ലിയർ ആയി? ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ഈ പറഞ്ഞ അയോണിക് സ്ട്രെങ്ത് എഴുതുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷനിൽ ഇത് യൂസ് ചെയ്യണം. ഓക്കെ, എങ്ങനെ യൂസ് ചെയ്യാം? ഇനി ഈ നമുക്ക് അറിയേണ്ട വേറെ ഇക്വേഷൻ ആണ് ലോഗ് ഗാമ ഇത് ആക്ടിവിറ്റി കോഷ്യന്റ്. നമ്മൾ ഇപ്പൊ എടുത്ത ആക്ടിവിറ്റി കോഷ്യന്റ് ലോഗ് RAന്റെ ആ RAയുടെ ലോഗ് എന്ന് പറയുന്നത് എന്താണ്? -0.509 ZA സ്ക്വയർ I raised to 1/2. I ഇവിടെ അയോണിക് സ്ട്രെങ്ത് ആണ്. അപ്പൊ ഈ അയോണിക് സ്ട്രെങ്ത് പറഞ്ഞ് നമുക്ക് ഈ ഇക്വേഷൻ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് I എന്താന്ന് ചോദിക്കുമ്പോൾ എന്താണ്? I അയോണിക് സ്ട്രെങ്ത് അറിയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ഇതേപോലത്തെ ലോഗ് RB നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് RB is equal to -0.509 ZB സ്ക്വയർ I raised 1 വരും. ഇത് നമ്മൾ ലോഗ് ഗാമ എക്കും ലോഗ് ഗാമ ബിക്കും പകരം നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ലോൺ ആയിട്ട് എഴുതി അല്ലെ. അത് ലോഗ് ആക്കി മാറ്റേണ്ടി വരും കേട്ടോ. ഞാൻ നേരത്തെ ലോൺ എന്നാ പറഞ്ഞത്. നമുക്ക് ഇവിടെ ഇക്വേഷൻ നമ്മൾ ലോഗ് എടുക്കണം. അതുകൊണ്ട് നമുക്കിത് ലോഗ് ആയിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? നമ്മൾ ഇക്വേഷൻ ഇതല്ലേ ലോഗ് K is equal to ഇത് അടുത്ത പേജിലേക്ക് എഴുതാൻ നല്ലത് അല്ലെ. ഇവിടെ കൂടും തോന്നുന്നില്ല. ഓക്കെ, ഇപ്പൊ ജനറലി നമുക്ക് എങ്ങനെ എഴുതാം? ഇതിപ്പോ ലോഗ് RI എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് RI എന്ന് പറയുന്നത് -0.509 Z എന്ത് വരും? ZI സ്ക്വയർ അല്ലെ. ഇവിടെ BB പറഞ്ഞ പോലെ I ആണെന്നുണ്ടെങ്കിൽ ജനറലി ഒരു I എന്ന് എടുക്കാം. അപ്പൊ I എന്ന് പറഞ്ഞാൽ I വരും ഇവിടെ. അപ്പൊ ZI സ്ക്വയർ ഇൻറ്റു I raised 1. ഇതാണ് ജനറലി നമ്മൾ
ആക്ടിവിറ്റി കോഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇക്വേഷൻ യൂസ് ചെയ്യാം. അയണിക് സ്ട്രെങ്ത്തിന്റെയും ചാർജിന്റെയും ടേമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അയോണിന്റെ ആക്ടിവിറ്റി കോഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ലോഗരിതം നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ലോഗ് ആർ ഐ ഇസ് ഈക്വൽ ടു -0.509 ZI² I⁻². ഐ എന്താണ് അയണിക് സ്ട്രെങ്ത് കേട്ടോ, ഐ എന്താന്ന് മറക്കണ്ട, ഐ എന്താണ് അയണിക് സ്ട്രെങ്ത് ആണ്. ഇസഡ് ചാർജ് നമ്മൾ പറഞ്ഞു അല്ലെ, ബാക്കി നമുക്ക് അറിയാത്തൊന്നുമില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ക്ലിയർ ആയി. നമുക്ക് കിട്ടിയ ലോഗ് ഇക്വേഷൻ അതിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വലിയൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലെ, ലോഗ് കെ ഇസ് ഈക്വൽ ടു, നമ്മുടെ കുഞ്ഞു കെ ആട്ടോ. ഓൾറെഡി നമുക്ക് ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് വലിയൊരു കെ ആയിട്ടുണ്ട്. അപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് ചെറിയ കെ എഴുതാണ് നല്ലത്. ലോഗ് കെ ഇസ് ഈക്വൽ ടു ലോഗ് കെ ഡാഷ്, ഇത് ക്യാപിറ്റൽ കെ അല്ലെ, ഈക്വിലിബ്രിയം സ്ലാഷ് പ്ലസ് ലോഗ് ആർ എ, ആർ അല്ല ലോഗ് ഗാമ എ, കണ്ട ആറ് പോലെ കണ്ട്, ലോഗ് ഗാമ ബി മൈനസ് ലോഗ് ഗാമ എ ബി സ്ലാഷ്. ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ കിടക്കുന്നത്. എന്ത് ചെയ്യാം, ഇതിലേക്ക് നമുക്കിപ്പോ കിട്ടിയ ലോഗ് ഗാമ എക്കും ലോഗ് ഗാമ ബിക്കും ലോഗ് ഗാമ എ ബിക്കും പകരം നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മളിപ്പോ അയണിക് സ്ട്രെങ്ത്തിനും ചാർജിനും ടേമിൽ നമ്മൾ കണ്ടുപിടിച്ച സാധനം. അപ്പൊ എന്ത് കിട്ടും, ലോഗ് കെ എന്ന് പറയുന്നത് ഇതിന് മാറ്റമൊന്നുമില്ല, ലോഗ് കെ ഡാഷ് കെ ഈക്വിലിബ്രിയം സ്ലാഷ്, ഇതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പൊ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ്. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ 0.509 ഒക്കെ ഉണ്ട് ഇക്വേഷൻ അല്ലേ, ഇവിടെ എന്തുണ്ട് 0.509 ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്ത് കിട്ടും, 1.018 ZA ZB I⁻1 വരും നമുക്ക് ഫൈനലി കിട്ടുന്നത്. ഇതാണ് നമുക്ക് ഫൈനലി കിട്ടുക കേട്ടോ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യമില്ല, നമുക്ക് ഇക്വേഷൻ ആണ് വേണ്ടത്. നമ്മളിപ്പോൾ ഇതിന് ഇക്വേഷൻ ബൈ ആയിട്ട് പഠിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും ഡെറിവേറ്റീവ് നമുക്ക് ഒരിക്കലും കഴിയില്ല, പക്ഷെ ഇങ്ങനെ വന്ന് മനസ്സിലാക്കണം. എന്താണ് ZA, എന്താണ് ZB, I എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഡെറിവേറ്റീവ് നോക്കണം അല്ലേ. ഈക്വിലിബ്രിയം ഇതെങ്ങനെയാണ് വന്നത്, എന്തൊക്കെയാണ് കെയും കെ ഡാഷ് എന്നൊക്കെ അറിയണമെങ്കിൽ എന്താണ് ഡെറിവേറ്റീവ് വേണം. അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഇത് ക്ലിയർ ആയില്ലേ. ബേസിക്കലി ഇവിടെ നമ്മൾ എന്താ ഡിറൈവ് ചെയ്തത്, കെക്ക് ഒരു എക്സ്പ്രഷൻ അല്ലെ, കെ നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റ് ആണ് കെ എന്ന് പറയുന്നത്, അതൊരു എക്സ്പ്രഷൻ ആണ് ഇവിടെ ഡിറൈവ് ചെയ്തത്. അപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് പറഞ്ഞാൽ നമുക്ക് റേറ്റിനെ എങ്ങനെ ബാധിക്കും എന്ന് പറയാൻ പറ്റുള്ളൂ. അത് അയോൺസിന്റെ ചാർജും അയണിക് സ്ട്രെങ്ത്തും ഒക്കെ എങ്ങനെ റേറ്റിനെ എഫക്ട് ചെയ്യുമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കെയും ഇപ്പൊ ഇത് തമ്മിൽ ഒരു റിലേഷൻ കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് കിട്ടിയത്. അതായത് ഈ കെയും ഇപ്പൊ പറഞ്ഞ ZBയും ഐ കൂടെ വന്നു, അയണിക് സ്ട്രെങ്ത്തും ചാർജും റേറ്റ് കോൺസ്റ്റന്റും വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അയണിക് സ്ട്രെങ്ത് എങ്ങനെ റേറ്റിനെ ബാധിക്കും. അപ്പൊ നമ്മൾ സാധാരണ സൊല്യൂഷൻ ഡിഫറെന്റ് ആയിട്ട് ഇവിടെ അയോൺസ് ആണ് വരുന്നത്, അവർക്ക് ചാർജ് ഉണ്ട്, അതൊക്കെ എങ്ങനെ റേറ്റിനെ ബാധിക്കും എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു റിലേഷനോട് ഡിറൈവ് ചെയ്യണം. അപ്പൊ ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്രോൺസ്റ്റഡ് ജെറം ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് എന്തൊക്കെയാ, ലോഗ് ആർ ഐക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ലോഗ് ഗാമ ഐക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ലോഗ് ഗാമ ബിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അത് ലോഗ് ഗാമ എ ബി സ്ലാഷും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഗാമ എ ബി സ്ലാഷ് നമ്മൾ എങ്ങനെ എഴുതും, അയണിക് സ്ട്രെങ്ത്തിന്റെ ടൈമില് -0.509. ഇവിടെ എന്ത് വരും, സാധാരണ നമ്മൾ ZA² എന്നൊക്കെ ഇവിടെ എഴുതി, ഇവിടെ എന്താ എഴുതിയേ, എയും ബി മാത്രമായിരുന്നു നമ്മൾ എന്തെഴുതി, ഇവിടെ ZA ZB എന്ന് എഴുതി അല്ലേ ഇവിടെയൊക്കെ. ഓക്കെ, അപ്പൊ ഇവിടെ എയും ബിയും ഉണ്ട്, ഇത് A+B ആണ് ഇവിടെ, അതുകൊണ്ട് എന്തെഴുതുന്നു ZA + ZB, പിന്നെ സ്ക്വയർ ഉണ്ട് I⁻1 ഇങ്ങനെ വേണം എഴുതാം. ഓക്കെ, അപ്പൊ അതൊന്ന് ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ഫൈനൽ ആയിട്ടുള്ള വാല്യൂ ആണ് എന്ത്, ഇതെന്ന് പറയുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ പഠിക്കണം. ലോഗ് കെ ഇസ് ഈക്വൽ ടു ലോഗ് കെ ഡാഷ് കെ ഈക്വിലിബ്രിയം സ്ലാഷ് പ്ലസ് 1.018 ZA ZB I⁻1/2. അപ്പൊ എല്ലാവരും എന്താണ് ക്ലിയർ ആയല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോ ഈ ഇക്വേഷൻ ആണ് ബ്രോൺസ്റ്റഡ് ജെറം ഇക്വേഷൻ. അപ്പോ എന്നുകൂടെ എഴുതാം, ലോഗ് കെ ഇസ് ഈക്വൽ ടു ലോഗ്, പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ ഈ കെ ഡാഷ് കെ ഈക്വിലിബ്രിയം സ്ലാഷ് അല്ലേ, നമ്മുടെ രണ്ടാമത്തെ ലോഗിന്റെ കൂടെയുള്ള സംഭവം, ആദ്യത്തെ ലോഗ് ഇത്, ലോഗ് കെ ഇസ് ഈക്വൽ ടു ഇവിടെ എന്തായിരുന്നു, ലോഗ് കെ ഡാഷ് കെ ഈക്വിലിബ്രിയം സ്ലാഷ് ആയിരുന്നു. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, K0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജസ്റ്റ് ഒരു കോൺസ്റ്റന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വലുത് എഴുതേണ്ട, ജസ്റ്റ് ഒരു കോൺസ്റ്റന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ബാക്കി അതേപോലെ തന്നെ. അപ്പൊ ഇങ്ങനെ വരും, ഇവിടെ 1.018 അല്ലേ, 18 ആണ്, 1.018. ഓക്കെ, ഇവിടെ ZA ZB I⁻1/2. ഇപ്പൊ എന്താ ചെയ്തത്, നമ്മള് കെ ഡാഷ് കെ ഈക്വിലിബ്രിയം സ്ലാഷ് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, യെസ് ഇവിടെ K0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇതാണ് നമ്മൾ ചെയ്തത്. ഇത് എന്ത് ഫോമുല, ഇത് y ഈക്വൽ ടു, ഇത് വേണ്ട, ഇത് ഇടയിലുള്ളതാണ്. ഓക്കെ, y ഈക്വൽ ടു mx + c ഫോമുലാണ് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ അല്ലേ. y എന്താണ്, ലോഗ് കെ ആണ്. ഇവിടെ ലോഗ് K0 എന്താണ്, x എന്ത് വരും, നമ്മൾ x എന്ന് പറയുന്നത് I⁻1/2 വെച്ചിട്ട് പ്ലോട്ട് ചെയ്യണം. അയണിക് സ്ട്രെങ്ത്തും നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ് ലോഗും ഇത് തമ്മിലുള്ള പ്ലോട്ടാണ് വരുന്നത് ഇങ്ങനെ കേട്ടോ.
അയണിക് സ്ട്രെങ്ത് റൂട്ട് ഐ അല്ലെ, ഇവിടെ I⁻1/2 റൂട്ട് ഐ ആണ്. അപ്പൊ റൂട്ട് ഐയും ലോഗ് കെ ആണ് നമ്മുടെ പ്ലോട്ട് ആയിട്ട് വരുന്നത്. ഇത് രണ്ടും തമ്മിൽ പ്ലോട്ട് ചെയ്താൽ അവിടെ എങ്ങനെ വരയ്ക്കാം? ഇവിടുത്തെ y = mx + c ഇത് y ആണ് അല്ലെ, ഇത് y, ഇത് x. ഓക്കെ, അപ്പോൾ ഈ m എന്തായിരിക്കും? ഇത്രയും ടേം എന്തായിരിക്കും? m ആയിരിക്കും. 1.018 ZA ZB എന്തായിരിക്കും? m ആയിരിക്കും. ഇനി ബാക്കി എന്താ? ഇന്റർസെപ്റ്റ് ആണ് c, ഇത് c ആണ്. ഓക്കെ, വരയ്ക്കാൻ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കാം, ബിക്കോസ് പോസിറ്റീവ് ആയിട്ടുള്ള സ്ലോപ്പ് ആണ്. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കാം. ക്ലിയർ ആയി? ഇങ്ങനെയാണ് ഇതിന്റെ സ്ലോപ്പ് വരിക. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെ വരിക. സ്ലോപ്പ് എന്താണ്? ഈ വാല്യൂ എഴുതണം. m = 1.018 ZA ZB, ഇതാണ് സ്ലോപ്പ്. ഇന്റർസെപ്റ്റ് ഇത്രയും വാല്യൂ അല്ലേ, ഇതെന്താ? ലോഗ് k0. ക്ലിയർ ആയി? സ്ലോപ്പും കിട്ടും. അപ്പൊ ഇതാണ് ഗ്രാഫ്, ഇങ്ങനെയാണ് വരാം. എളുപ്പല്ലേ? ഇക്വേഷൻ കിട്ടും, ഗ്രാഫ് വരയ്ക്കും, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? ZAയും ZBയും അതിൽ ഐയും അല്ലെ, ഇത്രയും കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് ഇൻക്രീസ് എപ്പോഴാ ചെയ്യാം? അയണിക് സ്ട്രെങ്തിനനുസരിച്ച് എങ്ങനെ വാരി ചെയ്യും? ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കൺസെപ്റ്റ് ആണ്, അത് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒന്നുകൂടി ഇക്വേഷൻ എഴുതാണേ. ഇതൊന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെ വരുന്നത്? നമ്മൾ ഇക്വേഷൻ എന്താ? ലോഗ് k = ലോഗ് k0 പ്ലസ് 1.018 ZA ZB അയണിക് സ്ട്രെങ്ത് അല്ലെ, I⁻1/2 ഇങ്ങനെയുള്ള ഇക്വേഷൻ. ഇനി അയണിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന കേസാണ് ഫസ്റ്റ് കേസ്. ഇൻക്രീസ് ഇൻ അയണിക് സ്ട്രെങ്ത്. അയണിക് സ്ട്രെങ്ത് കൂട്ടണം, അപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് എന്താ സംഭവിക്കുക? അയണിക് സ്ട്രെങ്ത് കൂട്ടുമ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് എന്ത് സംഭവിക്കും എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ ഫസ്റ്റ് കേസ് ആക്കണമല്ല, ഇവിടെ ഇൻക്രീസ് ആണ്. നമ്മുടെ കണ്ടീഷൻ എന്താണ്? അയണിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാണ്. അയണിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതായത് ഈ I എന്ന് പറഞ്ഞ സംഭവം ഇൻക്രീസ് ചെയ്യുമ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. അപ്പൊ ഇതെങ്ങനെ അറിയാം? നമ്മൾ I ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട എന്താ? I ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ k ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ കറക്റ്റ് ആവോ? ഇല്ല. ഇവിടെ ഒരു കണ്ടീഷൻ കൂടി നോക്കണം. ZA ZB ന്റെ കാര്യം കൂടി നോക്കണം. ഈ ZA ZB ഇത് രണ്ടിനും ഒരേ സൈൻ ആണ്, അതായത് സെയിം സൈൻ. എന്ന് വെച്ചാൽ ZAക്കും ZBക്കും സെയിം സൈൻ ആണ്, അതായത് രണ്ടും എന്താണ്? പോസിറ്റീവ് ആണ്. ZAയും ZBയും സെയിം ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ZA ZB എന്ത് വരും? പോസിറ്റീവ് വരും. അല്ലെങ്കിൽ ZA ZB സെയിം സൈൻ പറഞ്ഞ ZA ZB എന്താവും? ഒന്നുകിൽ രണ്ടും പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആവാം അല്ലെ. അങ്ങനെയാണെങ്കിലും അങ്ങനെ രണ്ട് കേസിൽ എന്താണ്? നമുക്ക് ZA ZB ടോട്ടൽ എന്ത് ചെയ്യും? പോസിറ്റീവ് ആയി കിട്ടും. കാരണം മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതുകൊണ്ട് ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ അതുകൊണ്ട് എന്താണ്? ZA ZB പോസിറ്റീവ് ആണ്. നേരെ മറിച്ച് ZA ZB എന്താണ്? ഡിഫറെന്റ് സൈൻ അല്ലെ. ഡിഫറെന്റ് സൈൻ ആകുമ്പോഴോ ഇവിടെ നമുക്ക് ZA ഇൻറ്റു ZB എന്ന് പറയുന്നത് എന്ത് കിട്ടും? നെഗറ്റീവ് ആയിട്ട് കിട്ടും അല്ല. ഒന്ന് പ്ലസും മറ്റൊരു മൈനസും ആണെങ്കിൽ എന്ത് കിട്ടും? നെഗറ്റീവ് ആയി കിട്ടും. ആ കേസിൽ എന്ത് ചെയ്യും? റേറ്റ് കോൺസ്റ്റന്റ് അവിടെ എഴുതണം. എന്താ? ഇവിടെ എന്താണ്? k എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും അല്ലെ. k ഡിക്രീസ് എന്ന് എഴുതണേ. അല്ല സോറി, ഡിക്രീസ് അല്ല, ഇൻക്രീസ്. പോസിറ്റീവ് ആകുമ്പോൾ ഇൻക്രീസ് കേട്ടോ. അതായത് k എന്ത് ചെയ്യുന്നു? k ഇൻക്രീസ്. അപ്പോൾ അയണിക് സ്ട്രെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ രണ്ട് സിറ്റുവേഷൻ നോക്കണം. ഫസ്റ്റ് കേസിൽ ZA ZB സെയിം സൈൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ZA ZB പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ നമുക്ക് k എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുന്ന എഴുതാൻ പറ്റും. അയണിക് സ്ട്രെങ്ത് കൂട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു? k ഇൻക്രീസ് ചെയ്യുന്നു. രണ്ടാമത്തെ കേസ് എന്താ? ZA ZBയും ഡിഫറൻസ് ആയ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. അപ്പോൾ ഇതിന്റെ പ്രൊഡക്റ്റ് ZA ZB നെഗറ്റീവ് കിട്ടും. ആ കേസിൽ k എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഇതാണ് ഇമ്പോർട്ടന്റ്. ഈ ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഓക്കെ, നമ്മൾ അയണിക് സ്ട്രെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് എങ്ങനെ കൂടുമോ കുറയണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ZA ZB വെച്ചിട്ട് കമ്പയർ ചെയ്യണം. ZA ZB അതിന്റെ പ്രോഡക്റ്റ് പോസിറ്റീവ് കിട്ടണമെങ്കിൽ രണ്ടും സെയിം ചാർജ് സെയിം സൈൻ ആയിരിക്കണം. അപ്പൊ അയണിക് സ്ട്രെങ്ത് അപ്പൊ എന്ത് ചെയ്യും? അയണിക് സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ച് റേറ്റ് കോൺസ്റ്റന്റ് കൂടും. ഇനി ZA ZB നെഗറ്റീവ് ആണ് കേസ്, രണ്ടും ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് ഡിക്രീസ് ആണ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയി? ഇത് വെച്ചിട്ട് ചോദ്യമാണ് കണ്ടോ ചോദിച്ചിരിക്കണ്ടോ. അക്കോർഡിംഗ് ടു ബ്രോൺസ്റ്റഡ്-ജെറം ഇക്വേഷൻ റേറ്റ് കോൺസ്റ്റന്റ് ഇൻക്രീസ് അയണിക് സ്ട്രെങ്ത് വെൻ. നമ്മൾ സെയിം നമ്മൾ പറഞ്ഞ തന്നെയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. റേറ്റ് കോൺസ്റ്റന്റ് ഇൻക്രീസ് വിത്ത് അയണിക് സ്ട്രെങ്ത് വെൻ. എപ്പോഴാണ് അയണിക് സ്ട്രെങ്തിനനുസരിച്ച് റേറ്റ് കോൺസ്റ്റന്റ് കൂടാ? എപ്പോഴാ? ZA ZB സെയിം സൈൻ ആണോ? ഡിഫറൻസ് സൈൻ ആണോ? സീറോ ആണോ? അങ്ങനെ ചോദിച്ചിരിക്കുന്നത് അല്ലെ. എന്താണ് അർത്ഥം? എന്താണ് ആൻസർ? അയണിക് സ്ട്രെങ്തിനനുസരിച്ച് റേറ്റ് കോൺസ്റ്റന്റ് കൂടണമെന്നുണ്ടെങ്കിൽ ZA ZB എന്തായിരിക്കണം? സെയിം സൈൻ ആയിരിക്കണം. സെയിം സൈൻ ആകുമ്പോൾ ZA ഇൻറ്റു ZB സെയിം നമുക്ക് എന്ത് കിട്ടും? അത് പോസിറ്റീവ് ആയിട്ട് കിട്ടും. രണ്ട് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് കിട്ടും, രണ്ടും പോസിറ്റീവ് ആയാലും എന്താണ്? ഫൈനലി ഇവിടെ എന്ത് തന്നെ കിട്ടുക? പോസിറ്റീവ് കിട്ടാം. ക്ലിയർ ആയി? ഓക്കെ, ഇതൊരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. സിമ്പിൾ അല്ലേ? അത് കഴിഞ്ഞു. അപ്പൊ ഇത്രയാണ് നമുക്ക് ബ്രോൺസ്റ്റഡ്-ജെറം ഇക്വേഷൻ. ഇത് ചോദ്യമാണ് നോക്കി ആകെ ഒരു ചോദ്യം ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അത് കൊണ്ടുവന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഒരു ചെറിയ ടോപ്പിക് കൂടി പഠിക്കാനുള്ളത് ഫാസ്റ്റ് റിയാക്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്. എന്താണ് ഈ ഫാസ്റ്റ് റിയാക്ഷൻ? അത് വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പൈക്കോ സെക്കൻഡ് താഴെ മാത്രം സമയം എടുക്കുന്ന ഒരു പൈക്കോ സെക്കൻഡ് പറഞ്ഞാൽ എന്താ? 10⁻⁻12 സെക്കൻഡ് അല്ലേ. ഓക്കെ, 10⁻⁻12 സെക്കൻഡ് അത്രയും കുറഞ്ഞ സമയം കൊണ്ട് റാപ്പിഡ് ആയിട്ട് തീരുന്ന റിയാക്ഷൻ ആണ് നമ്മൾ ഫാസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അതിന് പേര് പല റിയാക്ഷൻസ് ഉണ്ട്, വളരെ സ്ലോ ആയി നടക്കുന്ന റിയാക്ഷൻ. ഇപ്പൊ നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെസ്റ്റിംഗ് ഓഫ് അയേൺ. അയേൺ റെസ്റ്റ് ചെയ്യുന്നില്ല, തുരുമ്പ് പിടിക്കുന്ന വളരെ സ്ലോ ആയിട്ട് റിയാക്ഷൻ ആണ്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് വളരെ പെട്ടെന്ന് നമുക്ക് ഇതിന്റെ കൈനറ്റിക്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. കാരണം കൈനറ്റിക്സ് പഠിക്കാൻ നമ്മൾ റിയാക്ഷൻ ഒന്നും ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല, അത്രയും വേഗം റിയാക്ഷൻ നടക്കും. എക്സാമ്പിൾ അയോണിക് റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില ഓർഗാനിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുകൾ, ചില ന്യൂട്രലൈസേഷൻ റിയാക്ഷനുകൾ, ഇതൊക്കെ എന്താണ് ഫാസ്റ്റ് റിയാക്ഷൻ പെടുത്താൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ഫാസ്റ്റ് റിയാക്ഷൻ നമ്മൾ മെഷർ ചെയ്യണം, അല്ലെങ്കിൽ ഇതിന്റെ റേറ്റ് കാണണം, റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ചില ടെക്നിക്സ് ആവശ്യമാണ്. നോർമൽ ആയിട്ടുള്ള ടെക്നിക്സ് വെച്ചിട്ട് പറ്റില്ല. അപ്പൊ ഏതൊക്കെയാണ് മെത്തേഡുകൾ കൊടുത്തത്? റിലാക്സേഷൻ മെത്തേഡ് എന്ന് പറയും, ഫ്ലോ മെത്തേഡ്, അൾട്രാസോണിക് മെത്തേഡ്, റിസണൻസ് ടെക്നിക്ക്, ഇതൊക്കെ എന്താണ് ഇതിന്റെ മെത്തേഡുകളാണ്. അപ്പൊ ഇതൊന്നും ഓർത്തിക്കും. മെത്തേഡിന്റെ പേരാണ് കാര്യമായിട്ട് ചോദിക്കുന്നത്, അല്ലാതെ അതിന്റെ ഉള്ളിലുള്ള ഡീപ്പായിട്ടൊന്നും ചോദിക്കാറില്ല. അപ്പൊ നമ്മൾ ഈ പേര് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് കേട്ടോ. റിലാക്സേഷൻ മെത്തേഡ് ഓർത്തിക്കുക, ഫ്ലോ മെത്തേഡ് ഓർത്തിക്കുക. ഇതിന്റെ അണ്ടറിൽ കുറച്ച് താഴെ ഇതിന് സബായിട്ട് വരുന്ന ചില മെത്തേഡുകൾ ഉണ്ട്, അത് നമുക്ക് പറയാം. ജസ്റ്റ് പേര് എന്തായാലും ഓർത്തേക്കണം. റിലാക്സേഷൻ, ഫ്ലോ മെത്തേഡ്, അൾട്രാസോണിക്, റിസണൻസ് ടെക്നിക്ക്, ഇതൊക്കെയാണ് ഫാസ്റ്റ് റിയാക്ഷൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകൾ. ഇതിൽ ഫസ്റ്റ് ആണ് പറയുക കെമിക്കൽ റിലാക്സേഷൻ മെത്തേഡ് കേട്ടോ. ഇമ്പോർട്ടന്റ് പേര് പഠിച്ചിരിക്കണം, കെമിക്കൽ റിലാക്സേഷൻ മെത്തേഡ്. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. എന്താ ഈ മെത്തേഡ് ചെയ്യുന്നത്? ഈ കെമിക്കൽ ഈക്വിലിബ്രിയം ഈസ് ഡിസ്റ്റർബ്ഡ്. ഇവിടെ സംഭവിക്കുന്നത് എന്താ? അതായത് നമ്മൾ ഒരു ഈക്വിലിബ്രിയം ഉണ്ടാവും, ആ റിയാക്ഷനിൽ ഒരു ഈക്വിലിബ്രിയം ആണെന്നുണ്ടെങ്കിൽ അതിനൊന്ന് നമ്മൾ പെർട്ടുർബേഷൻ ചെയ്യാം. പെർട്ടുർബേഷൻ എന്താ? നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഒരു ഡിസ്റ്റർബൻസ്, എന്തെങ്കിലും നമ്മൾ പാരാമീറ്റർ ചേഞ്ച് ചെയ്യുക, ടെമ്പറേച്ചറോ പ്രഷറോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയോ, അങ്ങനെ എന്തെങ്കിലും ഒരു പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഈക്വിലിബ്രിയത്തെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ ഡിസ്റ്റർബൻസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റഡി നടത്തുക. പിന്നെ എങ്ങനെയാണ് സ്റ്റഡി? അതിന്റെ ഡീപ്പായിട്ടൊന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ആവശ്യമില്ല. ജസ്റ്റ് എന്താണ് ഒരു പെർട്ടുർബേഷൻ ആണ് ചെയ്യുന്നത് ഓർത്ത് വെക്കാം. ടെമ്പറേച്ചറോ പ്രഷറോ പോലുള്ള പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്തിട്ട് അവിടെ ആ ഒരു ഈക്വിലിബ്രിയം നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന ഓർത്ത് വെക്കാം കേട്ടോ. അങ്ങനത്തെ മെത്തേഡാണ് കെമിക്കൽ റിലാക്സേഷൻ മെത്തേഡ്. ഇതിൽ സ്മോൾ പെർട്ടർബേഷൻ മെത്തേഡ് ഉണ്ട്. ഇവിടെ എന്താണ്? ടെമ്പറേച്ചർ ജംപ് മെത്തേഡ് ആണ്. പ്രഷർ ജംപ് മെത്തേഡ്, ടി ജംപ് എന്നൊക്കെ പറയും. ടി ജംപ്, ഒരു പി ജംപ് എന്നൊക്കെ എന്ത് അസോസിയേറ്റ് ചെയ്തിരിക്കുക? ഫാസ്റ്റ് റിയാക്ഷൻ ഓർത്ത് വെക്കണം. അങ്ങനെ ക്വസ്റ്റ്യൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അത് പി ജംപും ടി ജംപും ഒക്കെ എന്താണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ചോദിച്ചാൽ എന്താണ്? ഫാസ്റ്റ് റിയാക്ഷൻ ആണ്. ഫാസ്റ്റ് റിയാക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കെമിക്കൽ റിലാക്സേഷൻ മെത്തേഡ് ആണ് ഈ പറയുന്ന ടി ജംപും പി ജംപും ഒക്കെ. അത് സ്മോൾ പെർട്ടർബേഷൻ, ചെറിയ രീതിയിലുള്ള പെർട്ടർബേഷൻ ആണ് ഇത് രണ്ടും, ടി ജംപും പി ജംപും. അത് ടെമ്പറേച്ചറിലും പ്രഷറിലും ചേഞ്ച് വരുന്നതാണ് ഓക്കെ, സ്മോൾ പെർട്ടർബേഷൻ. ലാർജ് പെർട്ടർബേഷൻ ആണ് നമ്മൾ ഇത് ഓർത്തേക്കണം. ഷോക്ക് ട്യൂബ് മെത്തേഡ്, ഫ്ലാഷ് ഫോട്ടോലിസിസ്, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഷോക്ക് ട്യൂബ് മെത്തേഡും ഫ്ലാഷ് ഫോട്ടോലിസിസും എന്താണ്? അത് കെമിക്കൽ റിലാക്സേഷൻ മെത്തേഡ് ആണ്. അതിൽ തന്നെ ലാർജ് ആയിട്ടുള്ള പെർട്ടർബേഷൻ ആണ് വരുന്നത് ഓക്കെ. ഷോക്ക് ട്യൂബ് മെത്തേഡ്, ഫ്ലാഷ് ഫോട്ടോലിസിസ്. ഇനി പീരിയോഡിക്കൽ പെർട്ടർബേഷൻ ആണെന്നുണ്ടെങ്കിൽ അൾട്രാസോണിക് മെത്തേഡ് അല്ലെ. അൾട്രാസോണിക് മെത്തേഡ് ഏതാണ്? പീരിയോഡിക് പെർട്ടർബേഷൻ ആണ്. അപ്പൊ ക്ലിയർ ആയില്ലേ? ഇത്രയാണ് ഇതിൽ പഠിച്ചു വെക്കേണ്ടത്. ഇതിൽ ഒരുപാട് ഇതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനും അത് ഇതുപോലെ ഒരുപാടുണ്ട്. പക്ഷെ അതൊന്നും അത് പഠിക്കുന്ന ഒരു പ്രാക്ടിക്കൽ അല്ല. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇത് വെച്ചിട്ട് മാത്രം ചോദിച്ചിട്ടുള്ളൂ ഇതുവരെ ഓക്കെ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ കെമിക്കൽ റിലാക്സേഷൻ മെത്തേഡ് എന്താണ്? ഫാസ്റ്റ് റിയാക്ഷൻ പഠിക്കാനുള്ള ഒരു മെത്തേഡാണ്. എന്തായാലും ചെയ്യുന്നത്? ഒരു ടെമ്പറേച്ചറോ പ്രഷറോ ഇലക്ട്രിക് ഫീൽഡ് പോലുള്ള പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്തിട്ട് ഈക്വിലിബ്രിയം ഡിസ്റ്റർബ് ചെയ്യുന്നു. അത് നമുക്ക് മൂന്നായിട്ട് അറിഞ്ഞിരിക്കാൻ പറ്റും. സ്മോൾ പെർട്ടർബേഷൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ജമ്പും വരും, പ്രഷർ ജമ്പും വരും. ടി ജമ്പ്, പി ജമ്പ് എന്ന് പറയും. ലാർജ് പെർട്ടർബേഷൻ ആണെങ്കിൽ ഷോക്ക് ട്യൂബ് മെത്തേഡും ഫ്ലാഷ് ഫോട്ടോലിസിസും. പീരിയോഡിക് പെർട്ടർബേഷൻ ആണെന്നുണ്ടെങ്കിൽ അൾട്രാസോണിക് മെത്തേഡ്. ഈ പേരുകളാണ് നമ്മൾ ഇതിൽ പഠിച്ചു വെക്കേണ്ടത്. രണ്ടാമത്തെ മെത്തേഡാണ് ഫ്ലോ മെത്തേഡ് ഓക്കെ. ഫ്ലോ മെത്തേഡിൽ എന്താണ്? ഇവിടെ രണ്ട് റിയാക്ടന്റ് സൊല്യൂഷൻസ് എന്ത് ചെയ്യുന്നു? അത് നമ്മൾ ഒരു അണ്ടർ പ്രഷർ കൊടുത്തിട്ട് നമ്മൾ അതിനെ മീറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഒരു മിക്സിംഗ് ചാമ്പർ ഉണ്ട്, അതായത് രണ്ട് ഇവിടുന്നും രണ്ട് സ്ട്രീം ആയിട്ട് എന്ത് ചെയ്യുന്നു? റിയാക്ടൻസ് വരുന്നു. ഇപ്പൊ നമുക്ക് AB രണ്ട് റിയാക്ടൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രീം ആയിട്ട് എന്ത് ചെയ്യുന്നു? രണ്ട് വന്നിട്ട് ഇവിടെ ഒരു മിക്സിംഗ് ചാമ്പർ ആണ് ഇവിടെ മിക്സ് ചെയ്യിപ്പിക്കാം. എന്നിട്ട് ഈ മിക്സഡ് സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു? ഒരു ഒബ്സർവേഷൻ ചാമ്പറിലേക്ക് നമ്മൾ പാസ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ഇതാണ് ജസ്റ്റ് ഇതിന്റെ നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ് ജസ്റ്റ് ഓർത്ത് വെക്കാം. അപ്പൊ ഇത് ഫ്ലോ എന്നതുകൊണ്ടാണ് ഈ ഒരു ഫ്ലോ ചെയ്യിപ്പിക്കുകയാണ് ഓക്കെ. രണ്ടും ഫ്ലോ സ്ട്രീം വന്നിട്ട് ഇങ്ങനെ ചാമ്പറിൽ മിക്സ് ചെയ്യുന്നു, പിന്നെ അതൊരു ഒബ്സർവേഷൻ ചാമ്പറിലേക്ക് പോകും. ഇവിടെ രണ്ട് മെത്തേഡ്, കണ്ടിന്യൂസ് ഫ്ലോ മെത്തേഡ് ഉണ്ട്, സ്റ്റോപ്ഡ് ഫ്ലോ മെത്തേഡ് ഉണ്ട് ഓക്കെ. അപ്പൊ ഈ പേര് പഠിച്ചേക്കണം. ഫ്ലോ മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് മെത്തേഡാണ്, കണ്ടിന്യൂസ് ഫ്ലോ മെത്തേഡ് ഉണ്ട്, സ്റ്റോപ്ഡ് ഫ്ലോ മെത്തേഡ് ഉണ്ട് ഓക്കെ. രണ്ടൊന്ന് ഓർത്തേക്കാം. ക്ലിയർ ആയി? ഇതാണ് രണ്ടാമത്തെ. അപ്പൊ കെമിക്കൽ റിലാക്സേഷൻ പറഞ്ഞു, ഫ്ലോ മെത്തേഡും പറഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒറ്റ മെത്തേഡ് കൂടി നോക്കാനുണ്ട്. ഏതാണ്? ലാർജ് പെർട്ടർബേഷൻ, കൈനറ്റിക്സ് ഓഫ് ലാർജ് ഇത് നമ്മൾ പറഞ്ഞു അല്ലേ? ഓക്കെ ഓക്കെ, ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട, സോറി. ഷോക്ക് ട്യൂബ് മെത്തേഡും ഫ്ലാഷ് ഫോട്ടോലിസും നമ്മൾ പറഞ്ഞാട്ടോ ഓക്കെ. ഇത് മൂന്നും പറഞ്ഞു, ഇത് റിപ്പീറ്റഡ് വന്നാണ്, ഇത് ഓൾറെഡി പറഞ്ഞാണ്. അപ്പോൾ ഇത്ര നമുക്ക് മെത്തേഡുകൾ ഒന്നുകൂടി എഴുതാന്നുണ്ടെങ്കിൽ എന്തൊക്കെ നമ്മൾ റിലാക്സേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? റിലാക്സേഷൻ മെത്തേഡ്, ഒരു മെത്തേഡ് റിലാക്സേഷൻ ഓപ്ഷൻ റിലാക്സേഷൻ മാത്രം തരും. നമ്മൾ ഇത് പഠിക്കുന്നതാണോ? ഫാസ്റ്റ് റിയാക്ഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് റിലാക്സേഷൻ. ചിലപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലാഷ് ഫോട്ടോലിസിസ് അങ്ങനെ തരും. ഫ്ലാഷ് ഫോട്ടോലിസിസ് ഏതൊക്കെയൊന്നും എഴുതാട്ടോ, നമുക്ക് ഓപ്ഷൻ കണ്ടാൽ മനസ്സിലാക്കാനാ.
പിന്നെയോ ഷോക്ക് ട്യൂബ് തരും. വെറും ചിലപ്പോൾ എന്ത് ചെയ്യും പെർട്ടർബേഷൻ മെത്തേഡും ചിലപ്പോൾ തരും. അങ്ങനെയും തരാം. പെർട്ടർബേഷൻ മെത്തേഡ് കൊണ്ട് അങ്ങനെയും തരാൻ പറ്റും. പിന്നെ അൾട്രാസോണിക് അതും തരാം. അൾട്രാസോണിക് അങ്ങനെ തരാം. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഫ്ലോ മെത്തേഡ് ജസ്റ്റ് വെറും ഫ്ലോ എന്ന് ചോദിക്കാം. ഫ്ലോ മെത്തേഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ് വരിക. അപ്പൊ ഇത് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഫാസ്റ്റ് റിയാക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതെന്നൊക്കെ അറിഞ്ഞിരിക്കുകയാണ് നമുക്ക് വേണ്ടത്. അതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നോക്കി എങ്ങനെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കണ്ടോ. ദ കൈനറ്റിക്സ് ഓഫ് എക്സ്ട്രീംലി ഫാസ്റ്റ് റിയാക്ഷൻസ് ക്യാൻ ബി സ്റ്റഡീഡ് യൂസിങ്. എളുപ്പമാണ്. ഇപ്പോൾ പറഞ്ഞ ഏതൊക്കെ മെത്തേഡാ? സ്റ്റോപ്ഡ് ഫ്ലോ പറഞ്ഞു, ഫ്ലാഷ് ഫോട്ടോലിസിസ് പറഞ്ഞു, ഷോക്ക് ട്യൂബ് പറഞ്ഞു, മൂന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ആൻസർ എന്താ? ഓൾ ഓഫ് ദ എബോവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ക്യാൻ ബി യൂസ് ടു സ്റ്റഡി കൈനറ്റിക്സ്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലാഷ് ഫോട്ടോലിസിസ് ഉണ്ട്, പിന്നെ ഫ്ലോ ടെക്നിക് ഉണ്ട്, റിലാക്സേഷൻ ഉണ്ട്, ഐസൊലേഷൻ പറഞ്ഞു നമ്മളില്ല. ഐസൊലേഷൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഐസൊലേഷൻ ഇല്ല. അപ്പൊ ഓപ്ഷൻ എന്താണ്? ഇത് ഐസൊലേഷൻ ഇല്ല അറിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടും അല്ലെ. 4 പറ്റൂല, 4 ഒഴിവാക്കിയാൽ മതി. കണ്ടോ ആൻസർ എന്താ? 1, 2, 3. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. എളുപ്പമല്ല. ബെസ്റ്റ് പേരുകൾ അറിഞ്ഞിരിക്കാം. ഇതിന് ഡീപ്പായിട്ട് ഓരോന്നും പഠിക്കാൻ നമുക്ക് ഒന്നും നമ്മളെ കംപ്ലീറ്റ് ആവില്ല കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ ഇന്ന് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ ആയി? അപ്പൊ ഈ ചാപ്റ്ററിന് ഇതുവരെ വന്നിട്ടുള്ള മാക്സിമം ഞാൻ കണ്ട ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ നമുക്ക് ലാസ്റ്റ് എപ്പോഴെങ്കിലും ലാസ്റ്റ് എക്സാമിന് മുന്നേ വേണമെങ്കിൽ എല്ലാ ഇക്വേഷൻസും കൂടെ ഒന്നിച്ചൊന്ന് റിവൈസ് ചെയ്യാം. അതൊരു എക്സാം ഡോസ് പോലെ നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസിൽ നമുക്ക് ഇക്വേഷൻസ് അറിഞ്ഞാൽ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. അല്ലെല്ലാം നമുക്ക് ഇക്വേഷൻസ് ആണ് അറിയേണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഹാഫ് ലൈഫിനാണെങ്കിലും അല്ലെങ്കിൽ എറിങ് ഇക്വേഷൻ ആണെങ്കിലും അപ്പോൾ ഇപ്പൊ പറഞ്ഞ മൈക്കിൾസ് മെന്റനൊക്കെ ഇക്വേഷൻസ് അറിയണ്ട. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊന്ന് വേണമെങ്കിൽ സമ്മറൈസ് ചെയ്ത് ജസ്റ്റ് ഇക്വേഷൻസ് മാത്രം ലാസ്റ്റ് ഒന്ന് എഴുതിയിട്ട് പഠിക്കാം. അപ്പൊ എന്തെങ്കിലും ബാലൻസ് വരുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പൊ കൊണ്ടുവരാം. ഇത്രയാണ് നമുക്ക് കെമിക്കൽ കൈനറ്റിക്സ്. ഇന്നത്തോടു കൂടി വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. പറ്റാവുന്ന എല്ലാ ടോപ്പിക്സും എടുത്തിട്ടുണ്ട്. ഫുള്ള് എടുത്തിട്ടില്ല, കാരണം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് എടുത്തത്. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ തീരൂല നമുക്ക് എക്സാം ആവാനേ. അതുകൊണ്ടാണ് എനിക്ക് പറ്റുന്ന പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ളത് ഞാൻ എന്ത് ചെയ്ത് ക്ലാസ് ആയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ എന്താ, നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രിയിലെ വേറൊരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാരലായിട്ട് നമ്മൾ ഓർഗാനിക്കൽ നെയിം റിയാക്ഷൻസും അതുപോലെ ഇൻഓർഗാനിക്കിൽ മെയിനിങ് ഗ്രൂപ്പ് എടുക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് പോവാ. ഓരോ ടോപ്പിക്കും ഡെയിലി ഒരു 2-3 ക്ലാസ്സെങ്കിലും എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. ശരി, ബൈ.